ഒരു ഹാപ്പി ജൂബിലി ഇയർ ആശംസിക്കുകയാണ്. ഹാപ്പി ജൂബിലി ഇയർ എല്ലാവരും പറയാറുണ്ട്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി വെഡിങ് ഡേ, ഹാപ്പി ഫീസ്റ്റ്, ഹാപ്പി ബർത്ത്ഡേ, എല്ലായിടത്തും ഹാപ്പി ഹാപ്പി ഹാപ്പി. എനിക്ക് തോന്നുന്ന ആൾക്കാരുടെ ഉള്ളിലില്ലാത്തൊരു സാധനം വിളിച്ചു പറയുന്നതാണ് ഈ ഹാപ്പി 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 എന്ന് പറയുന്നത്. അകത്തില്ലാത്തൊരു സാധനം എപ്പോഴും പുറത്ത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്. ഈ ഹാപ്പിനെസ് ഉണ്ടാകണമെങ്കിൽ 15 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹാപ്പി എന്നുള്ള ആ വാക്കില് ആ ആൽഫബറ്റ്സിൽ നിന്ന് ആരംഭിക്കുന്ന കാര്യങ്ങൾ. ഹാപ്പിയിലെ ഒന്നാമത്തെ വാക്കാണ് എച്ച്, അല്ലേ? എച്ച്, ഹാപ്പിയുടെ എച്ച്. ഇവിടെ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വി ഷുഡ് ബി ഹംബിൾ, വി ഷുഡ് ബി ഹ്യൂമൻ, വി ഷുഡ് ബി ഹംബിൾ, ഹ്യൂമൻ, ഹാർഡ് വർക്കിംഗ്, ഹെൽപ്പിംഗ് മൈൻഡഡ്, ഹേറ്റഡ്ലെസ്. പാട്ട് രീതിയിൽ പാടാം. ഹംബിൾ, ഹ്യൂമൻ, ഹാർഡ് വർക്കിംഗ്, ഹെൽപ്പിംഗ് മൈൻഡഡ്, ഹേറ്റഡ്ലെസ്. ഈശോ ഹംബിൾ ആയിരുന്നു. കാലിത്തൊഴുത്തിൽ പിറന്നു, കാലികൾ മധ്യേ കിടന്നു, കഴുതപ്പുറത്തിരുന്നു, കാലുകൾ കഴുകി, കള്ളന്മാരോടൊപ്പം കാൽവരിയിൽ മരിച്ചു. We should be humble if we are to be happy. We should be human. എന്തൊരു മാനുഷിക പരിഗണന. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ സാരില്ല മോളെ, മെയിൽ ചെയ്തിരുന്നാൽ മതി. വിശന്നിരിക്കുന്നവനെ കൊണ്ട്, വിശന്നിരിക്കുന്ന ആൾക്കാർക്ക് അവർ പട്ടണത്തിൽ വിടാം ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ വേണ്ട, അവര് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. How human he is. We should be human. We should be hard working. ചിലർ നേരം എടുത്താൽ പല്ലിച്ച് മുഖം കഴുകി ഭക്ഷണം കഴിച്ച് വീണ് കിടക്കുകയാണ്. ഒരു പണി ചെയ്യില്ല, മടി. എന്നിട്ട് ചോദിച്ചാൽ പറയും, ഓ നിന്ന് തിരിയാൻ നേരില്ല, ഫുൾ ടൈം കടന്നു തിരിയുക. ഒരാൾ പറഞ്ഞ, ഓ 100 കൂട്ടം ജോലിയാ. അപ്പോൾ 101ാമത്തേത് ചെയ്യാൻ പറഞ്ഞു. ഒരു പണി എടുക്കണില്ല, വെറുതെ ഇരിക്കുക. വി ഷുഡ് ബി ഹാർഡ് വർക്കിംഗ്. യേശു കാലത്ത് തന്റെ ഓടിയായിരുന്നു, പണിയെടുക്കായിരുന്നു, അല്ലേ? ഹംബിൾ, ഹ്യൂമൻ, ഹാർഡ് വർക്കിംഗ്, ഹെൽപ്പിംഗ് മൈൻഡഡ്, ഹേറ്റഡ്ലെസ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം. ആ ചിന്ത മാതാവിൻ്റെ ആ വീട്ടിലെ കാനായിലെ കല്യാണത്തിൽ അവിടെ വീഴ്ച തികയുന്നില്ല. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാന്ന് ചിന്ത കണ്ടോ. ഓടി എന്തിനാ? എലിശാമയെ സഹായിക്കാൻ തിടുക്കത്തിൽ പോകുന്ന അമ്മ, മറ്റൊരു സഹായിക്കുക, ഹെൽപ്പിംഗ് മൈൻഡഡ് ആയിരിക്കണം എപ്പോഴും നമ്മൾ. ആൻഡ് ഹേറ്റഡ്ലെസ്. കുരിശുമുഖത്ത് ഈശോ പറഞ്ഞില്ലേ, തല്ലി കൊന്നവരോട് ക്ഷമിക്കണേ. ഇത്രയും വലിയൊരു പറച്ചില്, ഇതിലും വലിയ സന്ദേശമുള്ള കുരിശുമുഖത്ത് തല്ലി കൊന്ന ക്ഷമിച്ചവരോട് ക്ഷമിക്കണേ. അടുത്തത് ഹാപ്പിയിൽ അടുത്താണ്. We should be available. മറ്റുള്ളവർക്ക് സംലഭ്യമാകണം. എന്നെ കാണാൻ കിട്ടുന്നില്ല, മറ്റുള്ളവർക്ക് എപ്പോഴും ഞാൻ സംലഭ്യം ഉള്ളവനാവണം. അവൈലബിൾ. അക്കോമഡേറ്റീവ്. മറ്റുള്ള ഉൾക്കൊള്ളാൻ പറ്റണം. അക്കോമഡേറ്റീവ്, ഉൾക്കൊള്ളാൻ പറ്റണം. അവന്റെ ചെരുപ്പ് ഞാൻ കയറിയണം. അവന്റെ അവസ്ഥ അറിയണമെങ്കിൽ ഞാൻ എൻ്റെ ചെരുപ്പിൽ നിന്ന് അവൻ്റെ നോക്കിയാൽ അവന്റെ അവസ്ഥ എനിക്കറിയും. അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ. ഒത്തടങ്ങി പോകാൻ പറ്റണം. ഇത് പലപ്പോഴും സന്തോഷമൊക്കെ പോണത് കുടുംബങ്ങളിൽ ഈ പ്രശ്നം കാരണം ഒത്തണി പോകാൻ പറ്റില്ല. അഡ്ജസ്റ്റബിൾ ആൻഡ് അപ്പീലിംഗ്. പ്ലീസിങ് ആയിരിക്കണം. നമ്മളെപ്പോഴും സംസാരത്തിലും പെരുമാറ്റത്തിലും പ്ലീസിങ് ആയിരിക്കണം. അപ്പീലിംഗ്, അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. വി ഷുഡ് ബി അവൈലബിൾ, അക്കോമഡേറ്റീവ്, അഡ്ജസ്റ്റബിൾ ആൻഡ് അപ്പീലിംഗ്. എൻ്റെ അവിടെ ഒരു കുട്ടി ഓൾട്ടർ ബോയ് ആണ്. ഒക്കെ ഇവര് പഠിച്ചു ഒരുങ്ങി ചെന്നു, പള്ളി ചെന്ന് വായിക്കാൻ ചെക്കൻ ആൾക്കാരെ കൊണ്ട് പേടിച്ചു. പ്രാർത്ഥന ഒക്കെ തെറ്റി. അച്ഛനങ്ങോട്ട് ദേഷ്യപ്പെട്ട് നോക്കിയേക്കെ ഒരുങ്ങാണ്ട് വന്ന് ഇപ്പൊ പഠിച്ച് കാണാണ്ട് പഠിച്ചു വന്ന കൊച്ചു പ്രാർത്ഥന വിട്. ആൾക്കാരെ കൊണ്ട് പേടിച്ചു. കൊച്ചു നോക്കി, അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അവസാനം ലേഖന വായനയ്ക്ക് മുമ്പ് ഇങ്ങനെ വായിക്കുന്ന നേരത്തിന് അച്ഛൻ നോക്കി. അച്ഛൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന കണ്ടപ്പോ ഗുരു ആശീർവദിക്കണമെന്ന പ്രാർത്ഥന. ഗുരു അഡ്ജസ്റ്റ് ചെയ്യണമേ എന്ന് പറഞ്ഞു. അറിയാണ്ട് അഡ്ജസ്റ്റ് നമ്മൾ. വി ഷുഡ് ബി അഡ്ജസ്റ്റബിൾ, വി ഷുഡ് ബി അവൈലബിൾ, അക്കോമഡേറ്റീവ് ആൻഡ് അഡ്ജസ്റ്റബിൾ ആൻഡ് അപ്പീലിംഗ്. അപ്പൊ 4. എച്ചില് 5, അടുത്തതില് 4, എയില്. അടുത്ത പിയില് 3. വി ഷുഡ് ബി പുവർ, പ്യുവർ ആൻഡ് പ്രൂഡന്റ്. 3 പി. പ്യുവർ, പ്യുവർ ആൻഡ് പ്രൂഡന്റ്. നമ്മള് പാവപ്പെട്ടവനായിരിക്കണം. പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നാൽ മാത്രം പോരാ. ഞാൻ പാവപ്പെട്ട ജീവിതം നയിക്കണം. ഏതൊരുവനും ആർഭാടം പാടില്ല. ഈശോനെ കാണിച്ചെന്ന് അറിയാൻ പറഞ്ഞേ. പ്യുവർ ഇൻ മൈ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ചിന്തയിലും വാക്കിലും പ്രവൃത്തി ഞാൻ പ്യുവർ ആയിരിക്കണം. ആൻഡ് വി ഷുഡ് ബി പ്രൂഡന്റ് ലൈക്ക് സർപ്പൻ. സർപ്പത്തെ പോലെ വിവേകമുള്ളവനും
പ്രാവുകളെ പോലെ നിഷ്കളങ്കനുമായിരിക്കണം. പ്രാവുകളെ പോലെ വിവേകമുള്ളവനും സർപ്പത്തെ പോലെ നിഷ്കളങ്കനുമായ പോയി. അതപ്പോ സംഭവിക്കുന്നത്. എനിക്ക് തിരിച്ചറിയാൻ പറ്റണം മറ്റുള്ളവന്റെ തന്ത്രങ്ങള്. സത്യനീതി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. സത്യനീതിക്കെതിരെ പോരാടാൻ നമുക്ക്. വാ ലൈനാവ് ലൈനായി നിൽക്കാണ്. അവന് സത്യനീതിയുടെ ബോർഡ് മാത്രമേ അത് മാറ്റി അവന്റെ ലക്ഷ്യങ്ങളാ പിന്നെ വേറെ. ഞാൻ പുറകെ നടക്കാണ്. ജയ് ജയ് സിന്ദാബാദും പറഞ്ഞിട്ട്. We should be prudent. We should be prudent like serpent. So prudent, pure and should be poor. അടുത്ത പി രണ്ടെണ്ണം, മൂന്നെണ്ണം രണ്ടെണ്ണമായി. We should be punctual. സമയനിഷ്ഠ പാലിക്കണം. 5 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം 5 മണിക്ക് വരുന്നത്. Should be respect to others. Punctuality. And ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് we should be prayerful. അതില്ലെങ്കിൽ ഒക്കെ പോയി, ഇതൊക്കെ പോയി. ഇടപെടാതെ പ്രാർത്ഥിക്കുക. 1 തെസ്സലോനിയൻസ് 5:16-17 ഇല്ലേ? ഇടപെടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാം. To be happy you have to be prayerful or you won't be happy. നിനക്ക് എന്തൊക്കെ നീ ഐസ്ക്രീം മേടിച്ചു തന്നോ ഒക്കെ 5 മിനിറ്റ് ടൈം കഴിയുന്നത് ടേസ്റ്റ് പോയി കഴിഞ്ഞു. ഇടപെടാതെ പ്രാർത്ഥിച്ചാൽ അവൻ മറ്റവൻ ഉള്ളിൽ കയറില്ല. you will be happy. So we should be punctual and prayerful. ഞാൻ ഈ പ്രസംഗത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണ്ട, സമയം പറഞ്ഞ് എപ്പോഴും ശ്രദ്ധിക്കാൻ. എത്ര സമയം എത്ര നോക്കിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ ഒരിക്കൽ പറഞ്ഞു, അച്ഛൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വാച്ച് നോക്കി അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അച്ഛൻ പറയും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും ഒരു ചേട്ടൻ ഒരു വലിയപ്പാട് ഇരുന്നുണ്ട്, പള്ളിയത്തിരുന്നുണ്ട്, വാച്ചിൽ നോക്കുക മാത്രമല്ല ചെവിയിൽ വെച്ച് നോക്കണേ നടക്കണില്ലേ എന്ന്. അപ്പോൾ ആ അച്ഛനാകെ ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞു. We should be punctual in our things. We should be prayerful. ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാപ്പിയില്. Why? Yield to the word of God, yield to the will of God. ഇത് വന്നാലാണ് ശരിക്കുള്ള ഹാപ്പിനെസ് വരത്തുള്ളൂ. മാതാവ് yield to the word of God മാതൃകയാണ്. ജീസസ് ഗെത്സമനിൽ മുട്ടുകനെ പാറപ്പുറത്ത് കുത്തിവെച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അതുമാതിരി പാറപ്പുറത്ത് മുട്ടിങ്ങനെ വെച്ചിട്ട് കൈകൊണ്ട് മുട്ട് വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രാർത്ഥനയുടെ അവസാനം അതായിരിക്കും. പ്രാർത്ഥന പല രീതിയിൽ നമുക്കറിയാം. പ്രയർഫുൾ, നന്ദി പറയാം, ആരാധിക്കാം, സ്തുതിക്കാം, മധ്യസ്ഥ പ്രാർത്ഥന നടത്താം, അതൊക്കെ നല്ലതാ. പിന്നെ അതിലും വലിയ പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ നമ്മൾ ദൈവത്തോട് പറയുന്ന കാര്യങ്ങളാണ്. ഈ ദൈവം നമ്മൾ പറയുന്ന കാര്യമാണ്. വചനം വായിക്കുക, വചനം കേൾക്കുക, അത് ഇറ്റ്സ് എ പ്രയർ. ബട്ട് ഗോഡ് സ്പീക്സ് ടു അസ്. മറ്റേത് നമ്മൾ വി സ്പീക്ക് ടു ഗോഡ്. ഇതിനൊക്കെ പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ വൈ. അതെന്താ? yield to the word of God. ഇതാ കർത്താവിന്റെ ദാസി. അതുപോലെ തന്നെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ HAPPY ഞാൻ ആവർത്തിക്കുന്നു. വിഷ് യു എ ഹാപ്പി ജൂബിലി ഇയർ. H, we should be humble, human, hard working, helping minded, hatredless. H, അതാണ് നമ്മളെ ഓർപ്പിക്കുക. ഇനി അടുത്തത് A, ഹാപ്പിയിലെ A, അവൈലബിൾ, സംലഭ്യനാകണം. അക്കോമഡേറ്റീവ്, മറ്റുള്ള ഉൾക്കൊള്ളാൻ പറ്റണം. അഡ്ജസ്റ്റബിൾ, അവരായിട്ട് ഒത്തുപോകാൻ പറ്റണം. ആൻഡ് അപ്പീലിംഗ്, റഫ് ആവരുത്, റൂഡാവരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ റെയിൽവേ സ്റ്റേഷൻ നടന്നു പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, വെള്ളം വെക്കാൻ വെച്ചിരുന്ന ചേച്ചിയുടെ മുമ്പ് അതൊരു ബോർഡ് വെച്ചിരിക്കുന്നു അവരുടെ ഓഫീസേഴ്സ്. റൂഡ് ബിഹേവിയർ, ഇഫ് റൂഡ് ബിഹേവിയർ കോണ്ടാക്ട് ദിസ് നമ്പർ. പെരുമാറ്റത്തിൽ വല്ല റഫ്നെസ് വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ പറയും. നമ്പർ അടിച്ചു വെച്ചിട്ട് വലിയ എനിക്കൊന്ന് എല്ലാവരുടെയും വീട്ടിലെയും വ്യക്തികളുടെ മുമ്പിൽ ഇത് അടിച്ചു വയ്ക്കുന്നതാണ്. ഇഫ് റൂഡ് കോണ്ടാക്ട് ദിസ്. അടുത്ത പി, വി ഷുഡ് ബി പുവർ, pure in our thoughts, words and deeds, and we should be prudent. മൂന്നാമത്തെ കാര്യം, poor, pure and prudent. രണ്ട് കാര്യങ്ങൾ. P, we should be punctual and prayerful. Why? We should yield to the word of God and yield to the will of God. അങ്ങനെ ഈ ജൂബിലി വർഷം ഹാപ്പിയാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. വിഷ് യു എ ഹാപ്പി ജൂബിലി ഇയർ.